ഹായ് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഡെയിലി കറന്റ് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി 1-ാം തീയതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ 100% സാധ്യതയുള്ള കുറച്ച് വാർത്തകളുണ്ട്. നമുക്കതൊന്ന് വേഗത്തിൽ പഠിച്ചെടുക്കാം. റെഡിയല്ലേ? ഇന്നത്തെ ഈ പ്രധാന വാർത്തകളിൽ ഒരു 10-ലും 10 സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇതൊരു ചാലഞ്ചായിട്ട് എടുത്തോളൂ. ഞാൻ പറയുന്ന ഓരോ പോയിന്റും ശ്രദ്ധിച്ചു കേൾക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. നമുക്ക് തുടങ്ങാം. ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ഇതാണ്: ദേശീയ വാർത്തകൾ. രാജ്യത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ നമ്പർ ഒന്ന് നോക്കിക്കേ, 50. എന്താണിത്? വെറുമൊരു സംഖ്യയാണോ? അല്ലേയല്ല. ഇന്നത്തെ ദിവസവുമായി, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനവുമായി ബന്ധപ്പെട്ട ഒരു നമ്പരാണിത്. എന്താണെന്ന് വല്ല പിടിയുമുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. അതെ, നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 50-ാം സ്ഥാപക ദിനമാണ്. അതായത് സുവർണ ജൂബിലി, ഗോൾഡൻ ജൂബിലി. 1977 ഫെബ്രുവരി 1-നാണ് അവർ പ്രവർത്തനം തുടങ്ങിയത്. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 3 പോയിന്റുകളുണ്ട്. ശ്രദ്ധിച്ചോളൂ. 1. എത്രാമത്തെ വാർഷികം? 50-ാമത്. 2. സ്ഥാപക ദിനം എന്നാണ്, ഫെബ്രുവരി 1. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനം, അവരുടെ ആപ്തവാക്യം വയം രക്ഷാമഹ. അതിന്റെ അർത്ഥം ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്നാണ്. ഈ പോയിന്റ് ഒരു കാരണവശാലും മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക വാർത്തയാണ്. നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026-27 വർഷത്തേക്കുള്ള ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചു. എന്താണ് ഈ ഇടക്കാല ബജറ്റ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? സിമ്പിളാണ്. മാഷായ ഇലക്ഷൻ വരാൻ പോവയല്ലേ, അതുവരെയുള്ള ചെലവുകൾക്ക് വേണ്ടിയുള്ളൊരു താൽക്കാലിക ബജറ്റാണിത്. പുതിയ സർക്കാർ വന്ന ശേഷം മുഴുവൻ ബജറ്റ് അവതരിപ്പിക്കും, അത്രയുള്ളൂ. ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: 2047ഓടെ ഇന്ത്യയെ ഒരു വികസിത് ഭാരത് അഥവാ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക. ഈ വർഷം 2047 ഒരു കാരണവശാലും മറന്നുപോകരുത്. ബൈഹാർട്ട് ചെയ്തോളൂ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വർഷമാണത്. അതുകൊണ്ട് തന്നെ പരീക്ഷകളിൽ ഇത് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബജറ്റിലെ ഒരു സ്റ്റാർ പ്രഖ്യാപനമാണ് PM സൂര്യോദയ യോജന. സംഭവം സിമ്പിളാണ്. വീടുകളുടെ മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു ഗവൺമെന്റ് പദ്ധതി. ഒന്നോർത്തു നോക്കൂ, എല്ലാ മാസവും നമ്മുടെ KSEB ബില്ലടയ്ക്കാൻ സൂര്യൻ ഫ്രീ ആയിട്ട് കുറച്ച് പണം തരുന്നത് പോലെ. അതാണ് ഈ പദ്ധതി കൊണ്ടുദ്ദേശിക്കുന്നത്. ഈ കിടിലൻ പദ്ധതിയുടെ പ്രയോജനം എത്ര വീടുകൾക്ക് കിട്ടുമെന്നല്ലേ? ദാ നോക്കിക്കേ, 1 അല്ല 2 അല്ല, 1 കോടി വീടുകൾക്കാണ്. ശരി, 1 കോടി വീടുകൾക്ക് ഇതിന്റെ ഗുണം കിട്ടും. പക്ഷേ എത്രത്തോളം? ഓരോ വീട്ടുകാർക്കും മാസം 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭിക്കും. നമുക്കിത് 3ഉം കൂടി ഒന്ന് ചേർത്ത് പറയാം. PM സൂര്യോദയ യോജന വഴി രാജ്യത്തെ 1 കോടി വീടുകൾക്ക് മുകളിൽ സോളാർ പാനൽ വെച്ച് മാസം 300 യൂണിറ്റ് വരെ കറന്റ് ഫ്രീ ആയി കൊടുക്കുന്നു. ഇപ്പോ ക്ലിയർ ആയില്ലേ? അടുത്തത് പ്രതിരോധ രംഗത്ത് നിന്നുള്ള ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ വാർത്തയാണ്. ടാറ്റ ഗ്രൂപ്പും എയർബസും ചേർന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന C295 വിമാനം. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഇത് നിർമ്മിക്കുന്നത് നമ്മുടെ ഗുജറാത്തിലാണ്. അതുകൊണ്ടിതിനെ ഇന്ത്യയുടെ സ്വന്തം ആകാശത്തിലെ ബാഹുബലി എന്ന് വേണമെങ്കിൽ പറയാം. സൈനികരെയും ആയുധങ്ങളെയും ഒക്കെ വളരെ വേഗത്തിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്. ഓക്കെ, ദേശീയ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി. ഇനി നേരെ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക്, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരാം. കേരള PSCക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഇതൊന്നും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. കേരള ബജറ്റിലെ ഒരു പ്രധാന പ്രഖ്യാപനമാണ് മാലിന്യമുക്തം നവകേരളം എന്ന ക്യാമ്പയിനിന്റെ 2ാം ഘട്ടം. പരീക്ഷയ്ക്ക് ചോദ്യം വരാം: മാലിന്യ സംസ്കരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓർത്തുവെച്ചോളൂ: മാലിന്യമുക്തം നവകേരളം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഇത് പ്രതീക്ഷിക്കാം. അവാർഡുകൾ PSCയുടെ ഒരു വീക്ക്നെസ്സാണ്. ഉറപ്പായും ചോദ്യം വരുന്ന ഏരിയ. ഇതാ പിടിച്ചോ, 2026 സംസ്ഥാന കഥകളി പുരസ്കാരം. ഇത് ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത കലാകാരനായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനാണ്. ഈ പേര് നോട്ട്ബുക്കിൽ എഴുതിവെച്ചോളൂ. കലയും സാംസ്കാരികവും എന്ന ഭാഗത്തുനിന്ന് ഉറപ്പായും വരാൻ സാധ്യതയുള്ള ചോദ്യമാണിത്. വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഒരു വലിയ മുന്നേറ്റം നടത്തുകയാണ്. നമ്മുടെ കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ 2ാമത്തെ ക്യാമ്പസ് വരാൻ പോകുന്നു. എവിടെയാണെന്നല്ലേ? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത്. സ്ഥലം പ്രത്യേകം നോട്ട് ചെയ്യണം. ചിലപ്പോൾ ജില്ല ഏതാണെന്നും ചോദിക്കാം. ഓക്കെ, ഇന്ത്യയും കേരളവും നമ്മൾ കവർ ചെയ്തു. ഇനിയൊരു വേൾഡ് ടൂർ പോയാലോ? അന്താരാഷ്ട്ര വാർത്തകളും പിന്നെ സ്പോർട്സിലെ ചില പ്രധാന അപ്ഡേറ്റുകളും നിങ്ങളുടെ ജനറൽ നോളജ് ഭാഗം പവർഫുൾ ആക്കാൻ സമയമായി.
2026 ഫെബ്രുവരി മാസത്തില് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ അതായത് UNSCയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഫ്രാൻസാണ്. ഇത് മറന്നു പോകാതിരിക്കാൻ ഒരു കിടിലൻ ട്രിക്ക് പറഞ്ഞു തരട്ടെ. ഫെബ്രുവരി എന്ന് പറയുന്നത് പ്രണയത്തിന്റെ മാസാണല്ലോ, അല്ലേ? പ്രണയത്തിന്റെ നഗരമേതാണ്? പാരീസ്. പാരീസ് എവിടെയാണ്? ഫ്രാൻസിൽ. കണ്ടോ, സിമ്പിൾ. ഇനി മറക്കില്ലല്ലോ. അടുത്തത് സ്പോർട്സിൽ നിന്നാണ്. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസ് നടക്കുന്നത് ചൈനയിലെ ഹർബൻ എന്ന നഗരത്തിലാണ്. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി. എത്രാമത്തെ എഡിഷൻ? 9ാമത്. സ്ഥലം എവിടെ? ഹർബൻ, ചൈന. കഴിഞ്ഞു. ടെന്നീസ് ഗ്രാൻഡ് സ്ലാമുകൾ ചോദ്യപേപ്പറിലെ ഒരു സ്ഥിരം സാന്നിധ്യമാണ്. അപ്പോ ഇതാ, ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 പുരുഷ സിംഗിൾസ് ചാമ്പ്യൻ ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. ഫൈനലിൽ തോൽപ്പിച്ചത് കാർലോസ് അൽക്കാരാസിനെയാണ്. വിജയിയുടെ പേരും രാജ്യവും ചോദിക്കുന്നത് PSCയുടെ ഒരു ശീലമാണ്. അപ്പോൾ ഓർത്തുവെക്കുക, യാനിക് സിന്നർ, ഇറ്റലി. അപ്പോ ഇത്രയും നേരം പഠിച്ചതൊക്കെ തലയിലുണ്ടോ? നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം, അല്ലേ? ഒരു മിനി ക്വിസ്. റെഡി, സ്റ്റഡി, പോ. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം മനസ്സിലേക്ക് വരുന്നുണ്ടോന്ന് നോക്കണേ. ആദ്യത്തെ ചോദ്യം, 2026 ഫെബ്രുവരിയിൽ UN രക്ഷാസമിതിയുടെ അധ്യക്ഷരാജ്യം ഏതാണ്? നമ്മുടെ കോഡ് ഓർമ്മയുണ്ടോ? ഉത്തരം ഫ്രാൻസ്. ആ ട്രിക്ക് ഓർത്തവർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും, അല്ലേ? അടുത്ത ചോദ്യം വളരെ സിമ്പിളാണ്. PM സൂര്യോദയ യോജന എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശരി ഉത്തരം, റൂഫ് ടോപ്പ് സോളാർ എനർജി അഥവാ വീടുകൾക്ക് മുകളിലെ സൗരോർജ്ജ പദ്ധതി. മൂന്നാമത്തെ ചോദ്യം, 2026 സംസ്ഥാന കഥകളി പുരസ്കാരം നേടിയത് ആരാണ്? പേരോർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഉത്തരം കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം. നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്ത പോയിന്റാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഈ വർഷം എത്രാമത്തെ സ്ഥാപക ദിനമാണ് ആഘോഷിച്ചത്? അതെ, 50ാമത് വാർഷികം, അതായത് സുവർണ ജൂബിലി. അപ്പോ നമ്മുടെ ഇന്നത്തെ ക്വിസ് കഴിഞ്ഞിരിക്കുന്നു. പോകുന്നതിനു മുൻപ് നിങ്ങൾക്കുള്ളൊരു ചോദ്യം. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഏതോർത്തു വെക്കാനാണ് നിങ്ങളൊരു മെമ്മറി ട്രിക്ക് ഉപയോഗിക്കാൻ പോകുന്നത്? നമ്മൾ പറഞ്ഞ ഫ്രാൻസിന്റെ ട്രിക്ക് പോലെ നിങ്ങൾക്ക് സ്വന്തമായി എന്തെങ്കിലും ഐഡിയ തോന്നിയോ? താഴെ കമന്റ് ചെയ്യണേ. അപ്പോ ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത കറന്റ് അഫയേഴ്സ് വിശകലനവുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.